ഇത് ഫേസ്ബുക്ക് നമ്മൾ ലോഗിൻ ചെയ്യാനുള്ള ഒരു ഫോമാണ്. ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്പെക്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കോഡ് കാണാൻ പറ്റും. ഒരു ഡാറ്റ ഉണ്ട് കേൾക്കാം, ID ഉണ്ട്, സ്റ്റുഡൻ്റ് ഉണ്ട്, കുറച്ച് ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. അപ്പോൾ അതേപോലത്തെ ഒരു ഡാറ്റ ഉണ്ടെങ്കിൽ വേറൊരാൾ ആ ഡാറ്റ കാണിക്കാൻ വേണ്ടി നമുക്ക് ഏറ്റവും നല്ലത് ടേബിളാണ്. കുറച്ചുകൂടി വേറൊരാൾക്ക് മനസ്സിലാവാൻ ഏറ്റവും എളുപ്പം ടേബിളാണ്. ടേബിൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടാഗ് ടേബിൾ ടാഗ്. അപ്പോൾ ഈ ആംഗിൾ ടാഗിൻ്റെ ഉള്ളിൽ ടേബിൾ എഴുതും. ഈ ഒരു ടേബിൾ ഓപ്പണിംഗ് ഉണ്ട്, അതേപോലെ ക്ലോസിംഗും ഉണ്ട്. ഓക്കെ, ഈ ടി ഹെഡ് യൂസ് ചെയ്യുന്നത് ടേബിളിൻ്റെ ഹെഡ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ടി ബോഡി ടേബിളിൻ്റെ ബോഡി പാർട്ടാണ്. TR എന്നുള്ളത് ടേബിളിൻ്റെ റോയാണ്. ഓരോ റോ ബേസ് എഴുതാൻ വേണ്ടിയിട്ട് TR ടാഗ് യൂസ് ചെയ്യും. ഈ ടി ഹെഡ് ടി ബോഡി എന്നുള്ളത് എഴുതാതെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് എഴുതുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ഒരാൾ ചെയ്തു പോയി ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ട്, പിന്നെ ഒരു പ്രാവശ്യം വന്ന് നോക്കുമ്പോൾ ഇത് മനസ്സിലാവുന്നില്ലാത്ത ഒരവസ്ഥ വരും. കുറേ കഴിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവില്ല ഈ കോഡ് നമ്മൾ എഴുതിയ കോഡ് തന്നെ ആയിരിക്കും. ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ടേബിൾ ഹെഡ് ബോഡി ആ ഒരു ഇതിൽ എഴുതുന്നത്. അപ്പോൾ നമുക്ക് പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ആക്കി നമുക്കൊരു ടേബിൾ ക്രിയേറ്റ് ആക്കി നോക്കാം. ഫോൾഡർ ക്രിയേറ്റ് ആക്കുന്നത് ഡേ 2 എന്നിട്ട് വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ ഓപ്പൺ ആക്കുന്നു. index.html ഫസ്റ്റ് ഫയൽ എപ്പോഴും index.html തന്നെ കൊടുക്കണം. ഓക്കെ, ഇതിൻ്റെ ഔട്ട്പുട്ട് കാണാൻ വേണ്ടിയിട്ട് കോപ്പി പാത്ത് കൊടുക്കുന്നു. അതിനുശേഷം ക്രോമിൽ ഓപ്പൺ ചെയ്തിടുന്നു. ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ ആദ്യം യൂസ് ചെയ്യുന്ന ടാഗാണ് ടേബിൾ. ഓക്കെ, ടേബിളിൻ്റെ അകത്ത് ടി ഹെഡിൻ്റെ അകത്ത് TR ടേബിൾ റോ, അതിൽ THിലിപ്പോൾ ആദ്യം ഒരു ID, നെക്സ്റ്റ് ഹെഡിങ് നെയിം, നെക്സ്റ്റ് ഹെഡിങ് ഇമെയിൽ. ഇതാണ് ടേബിളിൻ്റെ ഹെഡ്. ജസ്റ്റ് ഇപ്പോൾ ഇതിൽ വന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ് ഉള്ളത് ടേബിളിൻ്റെ ബോഡിയാണ്. ടി ബോഡിയുടെ അകത്ത് വരുന്നത് TR ടേബിളിൻ്റെ റോ, അതിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്യുന്നത് TD എന്നുള്ള ടാഗാണ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എഴുതുന്നത് ID ആയിരിക്കും. അതായത് ഈ ഒരു TD ഈ ഒരു IDയുടെ താഴെ വരുന്ന ഒരു ഇതാണ്. ഓക്കെ, ഇപ്പോൾ ID 01 കൊടുത്തു. ശേഷം നെക്സ്റ്റ് ഡാറ്റ നെയിമാണ്, ജോൺ കൊടുത്തു. അടുത്ത ഇമെയിൽ john@gmail.com. ഉണ്ടോ, നമ്മൾ ഡാറ്റ വന്നു, പക്ഷേ ബോർഡറോ ആ ഒരു ഇതില്ല, ടേബിളിൻ്റെ ഒരു ഇത് വരുന്നില്ല, ആ ഒരു ലുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ടേബിളിൻ്റെ അകത്ത് ഒരു ആട്രിബ്യൂട്ട് ആഡ് ചെയ്യാം, ബോർഡർ എന്നുള്ളത്. അതിൽ ജസ്റ്റ് 1 കൊടുക്കാം. കണ്ടോ, ടേബിൾ ക്രിയേറ്റ് ചെയ്ത് വന്നു. പക്ഷേ ഇതിൻ്റെ സ്റ്റൈലൊന്നും നമ്മൾ കൊടുക്കാത്തതുകൊണ്ട് വലിയൊരു സ്റ്റൈലൊന്നും വന്നില്ല. നമുക്കിത് CSS ഉപയോഗിച്ചിട്ട് നല്ല സ്റ്റൈലെല്ലാം ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു ഡാറ്റ കൂടി എൻ്റർ ചെയ്യാം. ഓക്കെ, കോപ്പി പേസ്റ്റ് ചെയ്തു. അതുപോലെ എത്ര ഡാറ്റാസ് വേണമെങ്കിലും താഴെ എൻ്റർ ചെയ്യാൻ പറ്റും നമുക്ക്. ഇപ്പോൾ ഈ ടേബിളിൻ്റെ വിഡ്ത്ത് ഫുള്ളാക്കാൻ വേണ്ടിയിട്ട്
ഇവിടെ നെക്സ്റ്റ് ഒരു ആട്രിബ്യൂട്ട് ആഡ് ചെയ്യാം, വിഡ്ത്ത് എന്നുള്ളത്. ഓക്കെ, ഓക്കെ ഉണ്ടോ? വിഡ്ത്ത് 100% എടുത്തു. അതുപോലെ വേറെ ഇഷ്ടംപോലെ ടാഗ്സ് ഉണ്ട്. സെൽ പാഡിങ്, ഒരു 6 കൊടുത്തു. സെല്ലിൻ്റെ അകത്തുള്ള പാഡിങ്, അതായത് ഈ ഒരു ബോർഡറും ഈ ഒരു നെയിമിനുള്ള ഇത് തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് ഇല്ലേ, ആ ഒരു ഡിസ്റ്റൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് സെൽ പാഡിങ് എന്നുള്ള ആട്രിബ്യൂട്ട് യൂസ് ചെയ്തത്. ഓക്കെ, അതേപോലെ സെൽ സ്പേസിംഗ് കൊണ്ട് അത് വേണമെങ്കിൽ ആഡ് ചെയ്ത് നോക്കാം. നമുക്ക് അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ സെൽ സ്പേസിംഗ് കൊടുക്കാം. എന്താ ഈ ഒരു ബോർഡറും ഇതിൻ്റെ അകത്തുള്ള ബോർഡറും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് സെൽ സ്പേസിംഗ് ഉള്ളത്. ഓക്കെ, ഇത്രയാണ് ടേബിളിലുള്ളത്. ഓക്കെ, ഇനി വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കളേഴ്സ് പല കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ ഇതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ കിട്ടും. അല്ലെങ്കിൽ ഈ ടേബിളിൻ്റെ മുകളിൽ ജസ്റ്റ് മൗസ് ഹോവർ ചെയ്യുക, അതിനുശേഷം എന്താ ഇതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ കൊടുത്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഫോമാണ്. ഫോം മെയിനായിട്ട് യൂസ് ആക്കുന്നത് ഈ സൈനപ്പ്, ലോഗിന് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോം യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫേസ്ബുക്ക് എടുക്കാം. നമുക്ക് ഇതെല്ലാം കണ്ടോ, ഇത് ഫേസ്ബുക്ക് നമ്മൾ ലോഗിൻ ചെയ്യാനുള്ള ഒരു ഫോമാണ്. ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്പെക്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കോഡ് കാണാൻ പറ്റും. ഇതെല്ലാം കണ്ടോ, ഇത് ഫേസ്ബുക്ക് നമ്മൾ ലോഗിൻ ചെയ്യാനുള്ള ഒരു ഫോമാണ്. ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്പെക്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കോഡ് കാണാൻ പറ്റും. ഓക്കെ, മുകളിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുക ഫോം എന്നുള്ളൊരു ടാഗിൻ്റെ ഉള്ളിലാണ് ഈ ഒരു ഫോം ഉള്ളത്. ഓക്കെ, നമുക്ക് ഒരു ഫോം ക്രിയേറ്റ് ചെയ്ത് നോക്കാം. നമ്മൾ സ്റ്റൈലൊന്നും കൊടുക്കുന്നില്ല, ജസ്റ്റ് ഒരു ഫോം എങ്ങനെ ക്രിയേറ്റ് ചെയ്യുമെന്ന് മാത്രമേ പറയുന്നു. form.html, രണ്ടാമത്തെ ഒരു ഫോം, ഒരു HTML ഫയൽ ഉണ്ടാക്കി അതിന് ഫോം എന്നുള്ളൊരു പേര് കൊടുത്തു. ഓക്കെ, ആദ്യം ഒരു h2 ടാഗിൽ ലോഗിൻ ഉണ്ട്. നമുക്കൊരു സൈനപ്പ് ഫോം ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് കുറച്ചും കൂടി ഇൻപുട്ട്സ് ആഡ് ചെയ്യാൻ പറ്റുമല്ലോ. ജസ്റ്റ് ഈ ഫോൾഡർ കോപ്പി പാത്ത് കൊടുക്കാം ഈ ഫയലിന്. പക്ഷേ ഇത് ഓപ്പൺ ചെയ്യാം. ഓക്കെ, സൈനപ്പ് എന്ന് വന്നു. ഇത് നമുക്ക് സെൻറ്ററിൽ കൊണ്ടുപോകണം. അതിന് വേണ്ടിയിട്ട് h2ൻ്റെ ഇവിടെ വന്നിട്ട് ഒന്നും വേണ്ട. ഓക്കെ, സ്റ്റൈൽ എന്നുള്ള ഒരു പ്രോപ്പർട്ടി ചെയ്താൽ അതിന് ശേഷം ടെക്സ്റ്റ് അലൈൻ സെൻറ്റർ. ഇതിപ്പോൾ നോക്കുകയൊന്നും വേണ്ട, അത് CSS വരുന്ന കാര്യങ്ങളാണ് ഈ സ്റ്റൈൽ എന്നുള്ളത്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് സ്റ്റൈലിനെ പറ്റി പഠിക്കുമ്പോൾ ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഒരു ഫോം എന്നുള്ളൊരു ഇത് ക്രിയേറ്റ് ചെയ്യാം, ടാഗ്. അതിൽ ആക്ഷനാണ് ഒരു ആട്രിബ്യൂട്ട് ആയിട്ടുള്ളത്. ജസ്റ്റ് ഇവിടെ ഹാഷ് ഇട്ട് വെക്കുക ഇപ്പോൾ തൽക്കാലം. ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഒരു ലേബലാണ്. ലേബൽ. ഓക്കെ, ലേബലിനുള്ളിൽ യൂസർ നെയിം. അപ്പോൾ നിങ്ങൾക്ക് കാണാതെ യൂസർ നെയിം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇൻപുട്ട് ആണ് യൂസർക്ക് ജസ്റ്റ് ഒരു ടെക്സ്റ്റ് ഫീൽഡ് വന്നിട്ട് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ടൈപ്പ് ചെയ്യാനും പറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇൻപുട്ടിൽ ടൈപ്പ് ടെക്സ്റ്റ് എന്നുള്ളത് അത് ഇതിൻ്റെ തന്നെ ഒരു ആട്രിബ്യൂട്ടാണ്. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ പോയാൽ കാണാൻ പറ്റും നമുക്ക്. അല്ല, യൂസർ നെയിം ടൈപ്പ് ചെയ്യാനുള്ളൊരു ബോക്സ് വന്നു, ഇൻപുട്ട് ബോക്സ്.
ഇനി നെക്സ്റ്റ് അടുത്ത ലേബൽ ക്രിയേറ്റ് ചെയ്യാം. ഇമെയിൽ കൊടുക്കാം. ഇതിൻ്റെ ടൈപ്പ് ഇമെയിൽ കൊടുക്കണം. ഓക്കെ, ഉണ്ടോ? ഇമെയിൽ കൊടുത്തുകൊണ്ട് @ നമുക്ക് വേണമെന്ന് നമ്മളോട് പറഞ്ഞു തരും. അതെല്ലാം ബ്രൗസർ തന്നെ കൺട്രോൾ ചെയ്തോളും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഈ ഇൻപുട്ട് ടൈപ്പ് ഇമെയിൽ എന്നെല്ലാം കൊടുക്കുന്നത്. നെക്സ്റ്റ് വൺ പാസ്വേഡ് കൊടുക്കാം. പാസ്വേഡിന് ഇൻപുട്ട് ടൈപ്പ് എന്ത് ചെയ്യുക, പാസ്വേഡ് എന്നുള്ളതുണ്ട്. അത് ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് കൺട്രോൾ സ്പേസ് അടിച്ച് കഴിഞ്ഞാൽ പലതരം ടൈപ്പ് കാണാൻ പറ്റും നമുക്കിവിടെ. ഓക്കെ, നമുക്ക് വേണ്ടത് ഇതിൽ പാസ്വേഡാണ്. കാരണം നമുക്ക് പാസ്വേഡ് ഇതേപോലെ ബാക്കിയുള്ള ഫീൽഡ് പോലെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് കാണാൻ പാടില്ല. ഒരു സ്റ്റാറോ ആ രീതിയിൽ വേണം പാസ്വേഡ് കാണാൻ. ഓക്കെ, ഉണ്ടോ? ഇതിന് വേണ്ടിയിട്ടാണ് ഈ ടൈപ്പ് എന്നുള്ള ഈ ഒരു ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ സബ്മിറ്റ് ചെയ്യണമല്ലോ, അതിനൊരു ബട്ടൺ വേണമല്ലോ. ആ ബട്ടൺ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻപുട്ട് ടൈപ്പ് സബ്മിറ്റ് എന്നുള്ളൊരു ടൈപ്പും കൂടി ഉണ്ട്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടോ, സബ്മിറ്റ് എന്നാണ് വരിക. ആ സബ്മിറ്റിന് പകരം ലോഗിന്നോ സൈനപ്പിന്നോ മാറ്റണമെങ്കിൽ ജസ്റ്റ് ഇവിടെ വരാം. വാല്യൂ ഈക്വൽ ടു കൊടുക്കുക സൈനപ്പ്. ഓക്കെ, ഇപ്പോൾ ഇത് നമുക്ക് നോക്കിയാൽ കാണും ഇതെല്ലാം ഒറ്റ ലൈനിലായില്ല. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഇതിനെ പറ്റി ചെറിയൊരു കാര്യം കൂടി മനസ്സിലാക്കാനുണ്ട്. ഇൻലൈനും ബ്ലോക്ക് എന്നുള്ളൊരു സംഭവം. ഇൻപുട്ട് ടാഗ്, ഇമേജ്, സ്പാൻ, എ ടാഗ് ഇതെല്ലാം ഇൻലൈനാണ്. അതായത് ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ കണ്ടൻറ്റ്. ആ കണ്ടൻറ്റ് എത്ര സ്പേസ് വേണം ഇവിടെ നിൽക്കാൻ, ആ ഒരു സ്പേസ് മാത്രമേ ഇതെടുക്കൂ. ഇനിയിപ്പോൾ ഡിവെല്ലാം നമ്മൾ പിന്നെ പഠിക്കും. പി ടാഗ്, H1 മുതൽ H6 ആ ഒരു ടാഗ്, പിന്നെ ആ ഒരു ടാഗെല്ലാം ബ്ലോക്കാണ്. അതായത് ഫുള്ളായിട്ട് ഇവിടുത്തെടുക്കും, ഫുള്ളായിട്ട് എടുക്കും. ഓക്കെ, അപ്പോൾ നമുക്കിത് ഓരോന്നും ഇപ്പോൾ ഒരു ഇത് കഴിഞ്ഞ് യൂസർ നെയിം കഴിഞ്ഞ് താഴെ വരണം, ഇമെയിൽ കഴിഞ്ഞ് ബാക്കി താഴെ വരണം. ആ രീതിയിൽ വരാൻ വേണ്ടിയിട്ട് ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ബ്രേക്ക് ഇടാം. നെക്സ്റ്റ് ഇൻപുട്ട് കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് ഇടാം. പാസ്വേഡ് കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് ഇടാം. അപ്പോൾ താഴെ വന്നു ഓരോന്നും. ഓക്കെ, ഇനി ഈ ബട്ടന് പകരം നമുക്ക് ബട്ടൺ എന്നുള്ള വേറൊരു ഇതുണ്ട്. ബട്ടൺ മാത്രം എഴുതി കഴിഞ്ഞതിന് ശേഷം ഒരു സൈനപ്പ് കൊടുക്കുക. ഇതിൻ്റെ അകത്ത് ടൈപ്പ് കൊടുക്കാം, സബ്മിറ്റ്. ഈ രീതിയിൽ കൊടുത്താലും വർക്കാവും. പിന്നെ ഈ ഇൻപുട്ട് ടാഗ്സിന് ഒരു പ്രത്യേകതയുണ്ട്, ബാക്കി ടാഗ് പോലെയല്ല. അപ്പോൾ ലേബൽ ടാഗ് ആണെങ്കിൽ ഇവിടെ ഓപ്പൺ ചെയ്തു, ഇവിടെ ക്ലോസ് ചെയ്തു. ഇൻപുട്ട് ടാഗ് ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇതിൻ്റെ അകത്തെല്ലാം കണ്ടൻറ്റ് വരും. ബാക്കി ടാഗ്സിൻ്റെ അകത്ത് ക്ലോസ് ചെയ്യേണ്ട ടാഗ്സിൻ്റെ അകത്തെല്ലാം നമുക്ക് എഴുതാൻ ഒരു കണ്ടൻറ്റ് ഉണ്ടാവും. പക്ഷേ ഇൻപുട്ട് ടാഗിൻ്റെ അകത്ത് നമുക്ക് പ്രത്യേകിച്ച് എഴുതാൻ കണ്ടൻറ്റോ അതിൻ്റെ ആവശ്യമില്ല. അതേപോലെ തന്നെയാണ് BR ടാഗ്. ഓക്കെ, ഇനി ഈ ആക്ഷൻ എന്നുള്ളത് നമ്മളിപ്പോൾ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഡാറ്റാസ് എല്ലാം സെർവറിലേക്ക് പോകണമല്ലോ. നമ്മൾ ഈ ടൈപ്പ് ചെയ്യുന്ന ഈ സംഭവമെല്ലാം സെർവറിൽ പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കണമല്ലോ, അങ്ങനത്തെ ഒരു യൂസർ ഉണ്ടോ, ഈ പാസ്വേഡും ഇമെയിൽ ID എല്ലാം കറക്റ്റ് ആണോ എന്ന്. അപ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആക്ഷൻ എന്നുള്ളൊരു ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഡിസൈൻ ചെയ്യുമ്പോൾ തൽക്കാലം സിംബൽ ഇട്ട് വെക്കാം. ബാക്ക് എൻഡെല്ലാം ചെയ്യുന്ന സമയത്താണ് അവിടെ URL എല്ലാം കൊടുക്കാം. പിന്നെ മെത്തേഡ് ഉണ്ട്, മെത്തേഡ് ഗെറ്റ്, പോസ്റ്റ് ഇതെല്ലാം ആണ്. ഗെറ്റ് എന്നുള്ളത്
പോസ്റ്റ് എന്നുള്ളത് അതെല്ലാം സെർവർ സൈഡ് ഉള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അതൊന്നും ഡിസൈൻ ചെയ്യാൻ നമുക്ക് ആവശ്യം വരുന്നില്ല. വെബ് ഡിസൈനിങ്ങിൽ ഉള്ളതല്ല. ഇതേപോലെ സെർവറിലേക്ക് പോകാൻ വേണ്ടി ഇപ്പോൾ ഈ ടെക്സ്റ്റ് കൊടുത്തു, ഇത് പക്ഷേ സെർവറിലേക്ക് പോകില്ല. സെർവറിലേക്ക് പോകണമെങ്കിൽ ഈ ഡാറ്റ സെർവറിലേക്ക് പോകണമെങ്കിൽ ഇവിടെ ഒരു നെയിം എന്നുള്ള ടാഗിനകത്ത് യൂസർ നെയിം എന്ന് കൊടുത്താൽ മാത്രമേ ആ ഒരു ഡാറ്റ സെർവറിലേക്ക് പോകും, അല്ലെങ്കിൽ സെർവറിലേക്ക് പോകില്ല. അതേപോലെ ഇമെയിലിലും പാസ്വേഡിലും